അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇന്നലെ ഞാൻ ഒരു കമൻറ്റ് കണ്ടു, അതുമായി ബന്ധപ്പെട്ടാണ്. അതായത് പൊന്നാനിയിൽ വെച്ച് SMFൻ്റെ ജനജാഗ്രത സദസ്സാണ്. അതിൽ കാര്യമായി പ്രതിപാദിക്കുന്ന SIR. പൊന്നു സുഹൃത്തുക്കളെ, SIRനെ സംബന്ധിച്ച് തന്നെയല്ലേ പറയേണ്ടത്? ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന SIR, അതിൽ ജാഗ്രത കാണിക്കണം എന്ന് തന്നെയല്ലേ പറയേണ്ടത്? എന്നാൽ തന്നെയും അദ്ദേഹം അതിൻ്റെ മുഖദ്ദിമയിൽ, അതിൻ്റെ പ്രാരംഭത്തിൽ പൂക്കോട്ടൂർ പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മുടെ 100ാം വാർഷികം നടക്കുന്നു, എല്ലാവരും അതിൻ്റെ മുമ്പോട്ട് വന്ന് അതിന് വേണ്ടതെല്ലാം ചെയ്യണം എന്ന്. പക്ഷെ അതിന് മറികടന്ന് എന്തോ ഒരു വിരോധവും, എന്തോ ഒരു പാണക്കാട് വിരോധവും, എന്തോ ഒരു ലീഗ് വിരോധവും ഇഞ്ചക്ഷൻ ചെയ്ത് കുത്തിവെച്ച് നടക്കുമ്പോൾ അത് ഖൈറിൽ അവസാനിക്കുമെന്ന് തോന്നിയിട്ടില്ല. ഞാൻ ഈയിടെയായിട്ട് ഒരു കമൻറ്റ് കണ്ടു. കമൻ്റ് എന്താ? ഏതോ ഒരു നാട്ടിൽ കൊല്ലം MP പ്രസംഗിക്കുന്ന ഒരു വലിയ സദസ്സുണ്ടായിരുന്നു. ആ സദസ്സ് കൊണ്ട് എന്ത് കാര്യം? അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ്. അവിടുത്തെ കള്ളുഷാപ്പുകളെല്ലാം ഇല്ലാതെയായോ? അവിടുത്തെ വേശ്യാലയങ്ങളെല്ലാം ഇല്ലാതെയായോ? നബിതങ്ങൾ മക്കത്ത് പ്രബോധനത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ആ പണികളല്ല ചെയ്തത്. ഇവർക്ക് ആ വിഷയത്തിൽ വല്ല മാതൃകയുമുണ്ടോ എന്നുണ്ടായി ഒരു കമൻറ്റ് കാണാം. പല ജാതി കമൻറ്റുകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ കമൻറ്റിനെ സംബന്ധിച്ച് ഞാൻ ആലോചിച്ചു. സംഗതി ശരിയാണ്. അംറും ബിൽ മഅറൂഫും നഹിയുൽ അനിൽ മുൻകറും വൽ തകും മിൻകും യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ്. അത് തന്നെയല്ലേ മൂല്യമാര ബാധ്യത. പൊതുജനങ്ങളടുത്ത് നിന്ന് ഔലിയാക്കളാണെന്നും പറഞ്ഞ് കാശ് വാങ്ങിയാൽ ആ പണി തന്നെയല്ലേ ചെയ്യേണ്ടത്? അംറും ബിൽ മഅറൂഫിൻ്റെ നഹിയുൻ അനിൽ മുൻകറിൻ്റെ ആദ്യഘട്ടം എന്താണ്? കള്ളിനെ ഒഴിവാക്കുക, വ്യഭിചാരത്തെ ഇല്ലാതെയാക്കുക. ഇതിൻ്റെ വല്ല പ്രബോധനവും അവിടെ നടന്നോ? കുറേ പ്രൗഢിയാർന്ന ഹോട്ടലിൽ താമസിച്ച് അങ്ങനെ തിരിച്ചു പോന്നു. കൊല്ലം MP കുറച്ച് മധുരം പറഞ്ഞു, മറ്റ് ഏതൊക്കെയോ ഭൗതികവാദികളുടെ ഗുണങ്ങളും പറഞ്ഞാൽ അവിടെ ദീൻ വർഷിക്കുമോ, ദീനുണ്ടാകുമോ? ഇല്ല. അതുകൊണ്ട് SIR തന്നെയാണ് ഇവിടെ മുഹിമ്മ. സമ്മേളനമൊക്കെ അതിൻ്റെ ശേഷമാണ്, നിലനിൽപ്പാണ് വിഷയം.